നല്ല റാഹത്താണ്. ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിനെ ഹിറാ ഗുഹയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി വലിയ മല എല്ലാ ദിവസവും മല കയറിയിരുന്ന അല്ലാഹുവിന്റെ റസൂൽ ആ ചരിത്രം കേട്ടാൽ നമുക്ക് കരച്ചിൽ. ഒരു ദിവസം എല്ലാ ദിവസവും കിലോമീറ്റർ താണ്ടി എല്ലാ ദിവസവും കിലോമീറ്റർ താണ്ടിയിട്ടാണ് ആര് വരാറുള്ളത്? ബഹുമാനപ്പെട്ട ഖദീജ ബി ഹിറാ ഗുഹയിൽ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ വരും. ഒരു ദിവസം ഖദീജ എല്ലാ കറക്റ്റ് സമയത്തെത്തും. ഒരു ദിവസം വിജയത്തേക്ക് വരാൻ വേണ്ടി വൈകി. എന്റെ ഖദീജാവിനെ കാണാതെയായി. വരുന്ന സമയത്ത് ഖദീജാവിനെ കാണില്ല. അറിയോ ഖദീജാവിനെ കാണില്ല. ഒരുപാട് ശത്രുക്കളല്ലേ. എന്റെ ഖദീജക്ക് എന്തെങ്കിലും പറ്റിയോ? ആ ചരിത്രം കേട്ടാൽ കരഞ്ഞു പോകും. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരിയായിരുന്നു ഖദീജ ബീവി. റസൂലുള്ളാഹി തങ്ങളെ കല്യാണം കഴിച്ചപ്പോൾ റസൂലിനെ കല്യാണം കഴിച്ചു. 300 ചില്ലാനം പണിക്കാരുണ്ടായിരുന്നു. 300 ചില്ലാനം പണിക്കാർ. ഒട്ടകങ്ങള്, മുന്തിരിത്തോപ്പുകള്, രക്തങ്ങള്, മണിമാളികളൊക്കെ ഖദീജ ബീവിക്കുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം ഈ ലോകത്തിൽ ഇവിടെ പറഞ്ഞു പോകുമ്പോ പട്ടിണി കടന്നിട്ട് സുബ്ഹാനല്ലാഹ് ഉണക്കപ്പുല്ല് പറിച്ചുകൊണ്ട് വന്നിട്ട് വെള്ളത്തിലിട്ട് അത് കുത്തി പിടിഞ്ഞിട്ട് അതിന്റെ നീര് കുടിച്ചിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹതിയാണ് ഖദീജ ബീവി. ഇൻഷാ അല്ലാഹ് ജന്നത്തുൽ മഹല്ലിലെ ഹദീസും കൊള്ളുന്നുണ്ട്. ചരിത്രം നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ പറയണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ ചരിത്രം നമുക്ക് നല്ല വിപുലമായി കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച കഥ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അതിനുള്ള നമുക്ക് എന്റെ ഭാഗ്യം കേട്ടോ.